നിങ്ങൾക്ക് എന്നോട് സ്നേഹമില്ല ഉണ്ടെങ്കിൽ ഇങ്ങനെയല്ല. നിങ്ങളെ മുന്നിൽ കൂടെ ബക്കറ്റ് വരുന്നുണ്ട്, നിങ്ങൾ കയറ്റോളെ. ബക്കറ്റ് കൊണ്ട് ആങ്ങളോട് പോരുത് വെച്ച് തരണേ. ഇനി പെണ്ണുങ്ങൾ തേൻ കിട്ടാണ്ടോ? തേൻ കിട്ടാണ്ടോ? ഇല്ല. എല്ലാവരും കിട്ടിയോ? അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, ഹാമിദ് ആറ്റക്കോയയുടെ വിളയാട്ടങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് വീണ്ടും പറയുവാനുള്ളത്. റമദാൻ്റെ അവസാന ഭാഗത്തൊക്കെ വെച്ചുകൊണ്ട് ചില പൊട്ടിച്ചീറ്റലുകൾ, ചില താത്താമാരിറങ്ങി പലതും പറഞ്ഞിരുന്നു. ആ വിഷയം കൂടുതൽ പറയുവാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് അതിലേക്ക് വന്നില്ല. പ്രത്യേകിച്ച് നമ്മൾ റമദാനിൻ്റെ ലാസ്റ്റ് സമയങ്ങളിൽ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആ വിഷയങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് അവർ പറയട്ടെ, നമുക്കതല്ല പണി. ഇയാൾ ചെയ്യുന്ന മുഴുവൻ കാര്യങ്ങളൊന്നും നമ്മൾ പറയുന്നില്ല. ആത്മീയതയുടെ പേര് പറഞ്ഞുകൊണ്ട്, ദീനുൽ ഇസ്ലാമിൻ്റെ മേലങ്കി അണിഞ്ഞുകൊണ്ട് പാവം ജനങ്ങളെ പറ്റിക്കുന്ന ആ ഒരു കാര്യമാണ് നമ്മൾ തുറന്നു കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ കാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു വഴിക്ക് തന്നെയാണ് നമ്മൾ ഇന്നും പോകാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇവിടെ ഹാമിദ് ആദ്യം പറയുന്നത്, നിങ്ങൾക്ക് എന്നോട് സ്നേഹമല്ല അല്ലേ എന്നാണ് ചോദിച്ചത്. ആ സ്നേഹത്തിൻ്റെ കഥയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ താത്താമാർ പാടിയും കൊണ്ട് കിടക്കുന്ന. ഹാമിദെ, വല്ലാതെ സ്നേഹത്തിൻ്റെ കഥ പറയണ്ട. പിന്നെ രണ്ടാമത് പറയുന്നത് തേൻ കച്ചവടമാണ്. മൂപ്പരുടെ മെയിൻ ബിസിനസ് തേൻ കച്ചവടമായിരുന്നു ആദ്യം. പിന്നീട് മറ്റു ഭാഗങ്ങളിലേക്കൊക്കെ വന്നിട്ടുണ്ട്. അത് അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇന്ന് ഈ വീഡിയോയിൽ അദ്ദേഹം പറയുന്ന, ഹാമിദ് പറയുന്ന ഏറ്റവും വലിയ വിവരക്കേട്, ആ സദസ്സിൽ ആരും മിണ്ടുന്നില്ല. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നത് കൊണ്ടാണ്. ഹാമിദ് ആദ്യം വിളിച്ചിട്ടുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്നാണ് പറയുന്നത്. അതിന് മുമ്പേ മറ്റു ചില കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. ഹാമിദ് പറയട്ടെ. അത് അവിടെ നിന്ന് കിട്ടിയിട്ടില്ല. പിന്നെ എല്ലാവരും ഒരു 5 കവർ വാങ്ങണം. അള്ളാഹു എന്നെ സ്നേഹിക്കുന്ന എൻ്റെ മുത്തമണികൾ അള്ളാഹു സ്വർഗം കൊടുത്ത് അള്ളാഹു സ്നേഹിക്കട്ടെ. മൂപ്പരെ സ്നേഹിക്കണം മുത്തമണികൾക്ക്. ആദ്യമൊക്കെ മുത്തുമണികൾ എന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പം മുത്തമണി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി എന്തൊക്കെ മണികളാവോ എന്തോ. എന്തായാലും മൂപ്പരെ സ്നേഹിക്കുന്നവർക്കൊക്കെ സ്വർഗം കൊടുക്കട്ടെ എന്ന് പറഞ്ഞേ. അള്ളാഹു ഹാമിദെ അന്നെ സ്നേഹിക്കുന്നവർക്ക് എല്ലാം സ്വർഗം കൊടുക്കുക. മനസ്സിലായോ? അള്ളാഹുവിനെ അറിയേണ്ട പോലെ അറിഞ്ഞ് അവൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ചു കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുറുകെ പിടിച്ചുകൊണ്ട് അള്ളാഹുവിന് മാത്രം ഇബാദത്തുകൾ അർപ്പിച്ചുകൊണ്ട് നിന്നെപ്പോലെയുള്ള ഇതുപോലെയുള്ള തട്ടിപ്പുകാരുടെ ആ ഒരു കേന്ദ്രങ്ങളിലേക്കൊന്നും പോകാതെ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുധാവനം ചെയ്യുന്നവർക്ക് അവർക്കാണ് സ്വർഗം. ഹാമിദിനെ സ്നേഹിക്കുന്നവർക്ക് എന്താ കിട്ടുക എന്നുള്ളതൊക്കെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ താത്താർ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അത് മറ്റു പല ആളുകളും കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. എന്തായാലും ഹാമിദ് പറയട്ടെ. ഈ 10,000-കണക്കിന് ആളുകളുണ്ട്. നോക്കാൻ നിങ്ങൾ ഒരാൾ ശബ്ദം ഉണ്ടോ? അതാണ് ഞാൻ ആദ്യം അല്ലാഹുവിന്റെ റസൂലിനെ ഞാൻ ഈ മജ്‌ലിസിലേക്ക് വിളിച്ചത്. അപ്പൊ എന്താണ് അവിടെ ശബ്ദമില്ലാത്തതെന്നാ പറഞ്ഞത്? അള്ളാഹുവിൻ്റെ റസൂലിനെയാണ് ഈ മജ്‌ലിസിലേക്ക് ആദ്യമായിട്ട് വിളിച്ചത് എന്നുള്ളതാണ്. അത് ഇയാൾ പറയുന്നത് ചിലപ്പോൾ ഹാലിറു യാ ഹാലിറു മുത്ത് റസൂലുള്ള ഹാലിറു എന്നുള്ള ഹാലിറു വിളി ആയിരിക്കും പറഞ്ഞത്. എന്നാൽ ഈ വീഡിയോ കാണുന്ന ആളുകൾ എന്താ കരുതുക? മൂപ്പർ അവിടെ പോയിട്ട് റസൂലുള്ളാനെ ക്ഷണക്കത്ത് നൽകി ക്ഷണിച്ചു കൊടുന്നു എന്നൊക്കെ അല്ലേ കരുതുക? എന്നിട്ട് അതിൽ നമ്മളിത് നിർത്തിയത് റസൂലുള്ള അങ്ങോട്ട് വന്നതുകൊണ്ടാണ് അവിടെ നിശബ്ദമായത് എന്നുള്ളതാണ്. കേട്ടോളി. പേരക്കുട്ടികളെ വിളിച്ചാൽ വല്യപ്പന്മാര് വരാതിരിക്കുമോ? പേരക്കുട്ടികൾ വിളിച്ചാൽ വല്യപ്പന്മാർ വരാതിരിക്കുമെന്ന്. കോച്ചറായികളായ പേരക്കുട്ടികൾ വിളിച്ചാൽ ഒരു വല്യപ്പയും വരൂല ഹാമിദേ. ഇവിടെ പേരക്കുട്ടി ആരാണ്? ഹാമിദ്. വല്യപ്പേരാണ് അള്ളാന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. മൂപ്പര് വിളിച്ചപ്പോൾ ഇങ്ങനെ വന്നിക്കുകയാണെന്നാ പറയണത്. ഹാമിദ് പറയട്ടെ. നോക്കാൻ 10,000-കണക്കിന് ആളുകൾ. ഒരു ശബ്ദം ഉണ്ടോ? നിങ്ങൾ കേട്ടില്ലേ? ശബ്ദമുണ്ടേ. ശബ്ദമുണ്ട് എന്നാ പറഞ്ഞേ. മനസ്സിലായിട്ടില്ലെങ്കിൽ ശ്രദ്ധിച്ച് കേട്ടോളി. ഒന്നും കൂടി കേട്ടോളി. 10,000-കണക്കിന് ആളുകൾ. ഒരു ശബ്ദം ഉണ്ടോ? ഒരു ശബ്ദം ഉണ്ടോ? നോക്കിങ്ങള് ഒരാൾ ശബ്ദം ഉണ്ടോ? അവിടെ ശബ്ദം ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ചെറിയ താത്താമാരുടെ ശബ്ദങ്ങളൊക്കെ കേട്ടില്ല നിങ്ങൾ? ഉണ്ടേ, ശബ്ദം ഉണ്ടാമിതേ. ഇല്ലാന്ന് വെറുതെ ബ്ലണ്ടർ അടിച്ചിട്ട് കാര്യമില്ല. ഞാൻ ഇത് പറയട്ടെ. നോക്കിങ്ങള് ഒരാൾ ശബ്ദമുണ്ടോ? അല്ലാഹു റഹ്മത്തിന്റെ മാരാമാരെ കൊണ്ട് ധന്യമാകപ്പെട്ട സദസ്സാകട്ടെ.
ഈ തരത്തിലുള്ള പൊങ്ങച്ചം പറഞ്ഞുകൊണ്ട് വിവരക്കേട് പറഞ്ഞുകൊണ്ട് ഈ അള്ളാൻ്റെ ഹബീബ് പഠിപ്പിക്കാത്ത സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് അത് തേൻ കച്ചവടമാക്കിയിട്ടും ആത്മീയ വാണിഭമാക്കിയിട്ടും നടക്കുന്ന ഹാമിദെ എൻ്റെ മജ്ലിസിലേക്ക് ഏത് മലക്ക് വരുന്നാ പറഞ്ഞത്? ഹാമിദ് പറയട്ടെ. ഇനി അതിനിടയ്ക്ക് മൂപ്പരൊരു അഹങ്കാരം പറയുന്നുണ്ട് എന്നാ പറഞ്ഞത്. അഹങ്കാരമായിട്ട് പ്രത്യേകിച്ച് പറയുന്നു വേണ്ട ഹാമിദെ. ഹാമിദ് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് മുഴുവൻ അഹങ്കാരമാണ്. വിവരമില്ലാത്തവൻ്റെ വിവരക്കേടുകൾ അഹങ്കാരമായിട്ട് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുക. എന്തായാലും മൂപ്പര് പറയുന്ന അഹങ്കാരം ഒന്ന് കേട്ടു നോക്കാം. നമുക്ക് വല്ലാത്ത അഹങ്കാരമായിട്ടില്ലേ? ഇതിലൊരു അഹങ്കാരം കൊണ്ട് പറയട്ടെ, പറയട്ടെ. ഇന്ന് ഇന്ത്യയിൽ ഇത്ര വലിയ മജ്ലിസ് നടക്കുന്നുണ്ടോ? ഉറക്കനെ പറയാം. ഇല്ലല്ലോ. ഇത്ര വലിയ മജ്ലിസ് ലോകത്ത് നടക്കണ്ടോന്നാ ചോദിച്ചത്. ഇയാളുടെ ആദ്യമുള്ള മജ്ലിസിലൊക്കെ കുറച്ച് ആളുകളൊക്കെ പങ്കെടുത്തിരുന്നു. ഇനി എത്ര പങ്കെടുത്താലും ഹാമിദെ ലോകം അല്ലെങ്കിൽ ഇന്ത്യ മഹാരാജ്യം, നമുക്ക് ലോകം മുഴുവനും നോക്കണ്ട, ഇന്ത്യ മഹാരാജ്യത്ത് എത്രയോ മജ്ലിസുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പല വിഭാഗങ്ങളുടെ ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന മജ്ലിസുകൾ നടക്കാറുണ്ട് ഹാമിദെ. അതിലൊന്നും വലിയ കഥല്ല. ഈ അന്ധവിശ്വാസികൾ അവർ കുറ്റിയും മറിച്ച് വരികയാണിച്ചപ്പോൾ എന്താ ചെയ്യുക അല്ലേ? ഹാമിദ് പറയാം, കുറച്ചും കൂടി പറയുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ കാരണം സ്വലാത്തുൽ ഫാത്തിഹ ആണ് എന്നുള്ളതാണ് ഹാമിദ് പറയുന്നത്. ഇനി ഹാമിദ് ജോലി തുടങ്ങുകയാണ് എന്ന് പറയുന്നൊരു ഭാഗമുണ്ട് സഹോദരന്മാരെ. ഒരു വീഡിയോയിൽ, സെൽഫി വീഡിയോ ആണ്, അയാൾ തന്നെ സെൽഫായിട്ട് എടുത്ത് പുറത്തു വിട്ടൊരു വീഡിയോ ആണ്. അതിൽ ഹാമിദ് ജോലി തുടങ്ങുന്നു എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. എന്താണ് ഹാമിദിന്റെ ജോലി എന്ന് നമുക്കൊന്ന് നോക്കാം. എല്ലാ ബലാൽ മുസീബത്തുകളെ തൊട്ട് അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഏറ്റവും വലിയ ബലാൽ മുസീബത്താണ് ഈ പറയുന്നത് എന്നുള്ളത് മറ്റൊരു കാര്യം. ഈ ബലാൽ മുസീബത്തിനെ തൊട്ട് പടച്ചോനെ മണ്ണാർക്കാട്ടരെ കാക്ക് എന്നാണ് ഞങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ആ ബലാൽ മുസീബത്ത് പറയാണ് ബലാൽ മുസീബത്തിനെ തൊട്ട് കാക്കുന്നത്. ഇനി അന്നേക്കാട്ടിലും വലിയ ബലാലേതാണ് ഹാമിദെ? പറയാം. വീണ്ടും ഞായറാഴ്ച മുതൽ ജോലി തുടങ്ങാൻ, ശനിയാഴ്ച മുതൽ ജോലി തുടങ്ങാൻ. ശനിയാഴ്ച മുതൽ ഇൻഷാ അല്ലാഹ് മേലെ കുടക്കാടിൻ്റെ മുറ്റം പഴയതുപോലെ ചെറിയൊരു മാറ്റമുണ്ട്. 200 ടോക്കൺ എടുക്കുള്ളൂ. ഒരു മിനിറ്റ്. ഇനി വീണ്ടും ജോലി തുടങ്ങുകയാണെന്നാണ് പറഞ്ഞത്. എന്താണ് ജോലി? ഹാമിദെ കൈക്കോട്ടെടുത്ത് കളക്കലാണോ ജോലി? അതോ മമ്പട്ടി എടുത്ത് കളക്കാൻ പോകലാണോ? അതോ മഴ എടുത്ത് വിറക് വെട്ടാൻ പോക്കാണോ? അതോ തേപ്പ് വലകയും ചട്ടുകം എടുത്തിട്ട് തേക്കാൻ പോക്കാണോ? അതോ ചുറ്റികയും ഹാമർ ഇങ്ങനെ കൂടൊക്കെ എടുത്തിട്ട് കല്ലൊക്കെ തല്ലിപ്പൊളിച്ച് പടവിന് പോക്കാണോ? അതോ മറ്റെന്തെങ്കിലും ജോലിയാണോ? അല്ല, ഇനി ജോലി തുടങ്ങുകയാണ്. ശനിയാഴ്ച മുതൽ ജോലി തുടങ്ങുന്നുണ്ട്. 200 ടോക്കനാണെന്നാണ് പറഞ്ഞത്. 200 ടോക്കൺ, 200 ആളുകൾ. ഒരാളെ എത്ര മിനിറ്റാണ് നോക്കുക എന്നൊക്കെ അയാൾ പറയുന്നുണ്ട്. ഓക്കെ, ഇതിനുള്ള ക്വാളിഫിക്കേഷൻ എന്താണ് എന്നുള്ളത് അതൊന്നും നമ്മൾ ചോദിക്കുന്നില്ല. ഇപ്പോൾ പഴയ പോലെ ഇനി മുൻപത്തെ പോലെ ജോലി തുടങ്ങുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ ജോലിയൊന്നും നിർത്തിയിട്ടുണ്ട്. അതെന്തിനു വേണ്ടിയിട്ടാണ്? പ്രിയമുള്ള സഹോദരന്മാരെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. റമദാൻ ആയിക്കഴിഞ്ഞാൽ ഇവരുടെ ഒന്നും തട്ടിപ്പ് നടക്കൂല. ഇവർ ഈ മാട്ടുമാരണക്കാരെന്ത് ചെയ്യും? പണി നിർത്തും. റമദാനിൽ ഇവരുടെ പണി നടക്കൂല. അപ്പം എന്താ പരിപാടി? ശൈത്താനെയും കൊണ്ടുള്ള പരിപാടി. അല്ലെങ്കിൽ പിന്നെ എന്തിനാ റമദാനിക്ക് ഈ പരിപാടി നിർത്തുന്നത്? ഈ ഖിദ്മ ചെയ്യണത്, അതുപോലെ തന്നെ നല്ല 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 കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത്, ആളുകളുടെ വിഷമം അത് ദൂരീകരിച്ചു കൊടുക്കുന്നതൊക്കെ നല്ല കാര്യമല്ലേ? അപ്പോൾ അതിന് കൂടുതൽ പുണ്യം കിട്ടുന്ന സമയമല്ലേ റമദാന്, അല്ലേ ഹാമിദെ? അപ്പോൾ ഹാമിദ് എന്നല്ല, ഹാമിദിനെ പോലെ ഈ ചേക്കുട്ടിനെയും കൊണ്ടിരിക്കണ, അല്ലെങ്കിൽ മീൻകുളത്തി, തീക്കുട്ടി, പൂക്കുട്ടി, കരിങ്കുട്ടി, നീലി എന്നൊക്കെ പറഞ്ഞിട്ട് ശൈത്താന്മാരുമായിട്ട് ഇരിക്കുന്ന എല്ലാ ശൈത്താന്മാരും എന്ത് ചെയ്യും? റംസാനായ പണി നിർത്തും. എന്നിട്ട് റംസാൻ പിരിവാണോ അല്ല മെയിൻ പരിപാടി. ഓക്കെ, 200 ടോക്കനാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ 200 ടോക്കൺ കൊണ്ട് 24 മണിക്കൂർ ഇരുന്നാലും ചിലപ്പോൾ തീരുമല്ലോ. അപ്പോൾ അതിന് ടൈമൊക്കെ വെച്ചിട്ടുണ്ട്. ആ ടൈം ഒന്ന് കേട്ടോക്കാം നിങ്ങൾ. തോന്നെടുക്കൂല. ഒരാൾക്ക് ഇൻഷാ അല്ലാഹ് 2 മിനിറ്റ് സമയം നമ്മൾ സംസാരിക്കാൻ നമ്മൾ കൊടുക്കും കേട്ടോ. അപ്പോൾ 2 മിനിറ്റ് ആണല്ലേ ഒരാൾക്കുള്ള സമയം. എന്നിട്ട് ഇൻഷാ അല്ലാഹ് ശനിയാഴ്ച മുതൽ നമ്മൾ ആളുകളെ എടുത്ത് തുടങ്ങും ഇൻഷാ അല്ലാഹ് കേട്ടോ. ആയിക്കോട്ടെ. ഈ ആളുകളെ എടുത്ത് തുടങ്ങുന്നത് എന്താണ്? കയ്യൊട്ടിക്കളിയാണോ? അതോ വേറെന്തേലും കളിയാണോ? അല്ലെങ്കിൽ ചികിത്സയാണോ? ചികിത്സയാണെങ്കിൽ അതിനുള്ള ക്വാളിഫിക്കേഷൻ എന്താണ്? താങ്കൾ
ഈ MBBS ഒക്കെ പാസ്സായിട്ടുണ്ടോ? അല്ലെങ്കിൽ MBBS അല്ലാതെ തന്നെ ഇപ്പോൾ ആയുർവേദിക് ഉണ്ട്, അതുപോലെ തന്നെ ഹോമിയോ ഉണ്ട്, യുനാനി ഉണ്ട്. ഇതിൽ എന്തിലെങ്കിലും താങ്കൾക്ക് വല്ല അറിവുണ്ടോ? ഇല്ലാത്ത താങ്കൾ പിന്നെയും പണി തുടങ്ങാമെന്നും പറഞ്ഞിട്ട് മനുഷ്യന്മാരെ വിളിച്ചു വരുത്തിയിട്ട് അവറ്റുകളെ കയ്യിലുള്ളത് വാങ്ങിയിട്ട് എന്ത് ചികിത്സയാണ് നടത്തുന്നത്? അല്ലെങ്കിൽ കൗൺസിലിംഗ് ആണോ നടത്തുന്നത്? അതിന് താങ്കൾക്ക് ഒരു മനുഷ്യനോട് നേരവണ്ണം സംസാരിക്കാൻ അറിയോ ഹാമിദെ? അറിയോ? വലിയ പണിക്കിറങ്ങുന്നുണ്ടല്ലോ. പറയട്ടെ, ഹാമിദ് പറയട്ടെ. നമ്മൾ പറഞ്ഞാൽ ചൊറുക്കില്ല എന്നാണ് ഇപ്പോൾ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹാമിദിൻ്റെ നല്ല ചൊറുക്കാത്ത ചൊറുക്കിൽ കേട്ടാണ് 250 പറഞ്ഞത്. പക്ഷെ ജനങ്ങളെ ചെറിയൊരു വിഷയം, ഇത്തിരി ദൂരത്തുനിന്ന് എന്തില്ല ജനങ്ങൾ വന്നിട്ട് സംസാരിക്കാൻ കഴിയുന്നില്ല. ഒരു വിഷമം ആളുകൾ പറയുന്നുണ്ട്. ദൂരത്തു നിന്നൊക്കെ വന്നിട്ട് ഇയാളോട് വിഷമം പറയണ ആ ചെങ്ങായിമാരുടെ അവസ്ഥയാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കണേ. എന്താവട്ടെ, അങ്ങനത്തെ ആളുകൾ ഉണ്ടാവുമായിരിക്കും. അല്ലാഹു റാഹത്ത് സന്തോഷവും നൽകട്ടെ ഇൻഷാ അല്ലാഹ്. ഉണ്ടാവും. ഈ ദൂരത്തു നിന്നൊക്കെ ആളുകൾ 10-200 ആളുകൾ വന്നിട്ട് ഒരു 500 ഉറുപ്പ്യ തന്നാൽ തന്നെ എത്രായിരം ഉറുപ്പ്യായി ആമിതേ. അപ്പോൾ വലിയ സന്തോഷം സുഖം തന്നെ കണക്ക്. ആളുകളെ നിങ്ങൾ മൂപ്പരടുത്തേക്ക് മാത്രം പോണ്ട. നിങ്ങൾക്ക് ഇങ്ങനെ പോയിട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോന്നോളിയും, മണലടിക്ക് പോന്നോളിയും. ഞാനും ഒരു മേശയൊക്കെ ഇട്ടിട്ട് ഒരു സെറ്റപ്പിൽ ഇങ്ങനെ ഇരിക്കാം. വേണമെങ്കിൽ ഒരു തൊപ്പിയും വെക്കാം. നിങ്ങൾ വന്നോളിയും. ഓനെക്കാട്ടിലും വലിയ ചികിത്സ ഞാൻ ചെയ്തു തരാം. കാരണം എന്താ, ഞങ്ങൾക്ക് രണ്ടാക്കുന്നതിനെ കുറിച്ച് ഒരു അറിവില്ല. പറയട്ടെ, ഹാമിദ് പറയട്ടെ. പിന്നെ നമ്മളവിടെ ചെറിയൊരു മാറ്റങ്ങൾ പറഞ്ഞാൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് കേട്ടോ. അവിടെ ഒരുപാട് ആളുകൾക്ക് സംസാരിക്കാനുള്ള അവസരം നമുക്ക് എല്ലാവർക്കും ഫളില ഇൻഷാ അല്ലാഹ്. പിന്നെ വരുന്ന ഞായറാഴ്ച തുടങ്ങണേ ഇൻഷാ അല്ലാഹ് എല്ലാ ദിവസം ഫളില് സ്വലാത്തുൽ ഫാത്തിഹിന്റെ ഫളില് പറഞ്ഞ് തക്ബീർ ചൊല്ലും. എല്ലാ ദിവസവും നമ്മളിങ്ങനെ ഫളില് പറയുന്നതാണ്. എന്താ ഈ ഫളായിൽ പറയാണ്. മൂപ്പര് ചികിത്സിച്ച് ഭേദമായ കാര്യങ്ങൾ അത് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. ഇൻഷാ അല്ലാഹ് ഒരു വീഡിയോ കൂടി ചെയ്യാം. എന്നിട്ട് കുറേ താത്താരെ മൂപ്പര് ചട്ടം കെട്ടി ഇങ്ങനെ നിർത്തും. അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു നിർത്തും. അതിനുള്ള മോൻ കാണിക്കൂല. മോൻ കാണിക്കാത്ത എന്താണ്? അത് ഹറാമായതുകൊണ്ടല്ല. മോൻ കാണിച്ചാൽ നാട്ടുകാർ അറിയുമല്ലോ ഇത് മൂപ്പരുടെ ആൾ തന്നെയാണെന്നുള്ളത് അറിയുമല്ലോ. അപ്പോൾ അതുകൊണ്ട് മോൻ കാണിക്കൊന്നുമില്ല. എന്നിട്ട് ഇങ്ങനെ ഫളായിൽ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും. ഇവിടെ ചികിത്സയുടെ ഭാഗമായിട്ടാണ് ആളുകൾ അവിടേക്ക് പോകുന്നത്. മൂപ്പരിക്ക് അപ്പോൾ എന്തൊക്കെ ബിസിനസ്? ചികിത്സ ബിസിനസ് ഉണ്ട്, അതേപോലെ തന്നെ എത്തിമക്കൾക്ക് പെര വെച്ച് കൊടുക്കൽ ബിസിനസ് ഉണ്ട്, എത്തിമക്കളെ കെട്ടിച്ചു കൊടുക്കൽ ബിസിനസ് ഉണ്ട്. ഇപ്പോൾ അലൈനിൽ പോയിട്ട് ബിസിനസ് തുടങ്ങിയിരിക്കണു. എന്നിട്ട് ഈ പണം കൊണ്ടെല്ലാം ലാവിഷായിട്ട് ധൂർത്തടിച്ച് ജീവിക്കുന്ന ഒരവസ്ഥയാണുള്ളത്. ഇനി മറ്റൊരു കാര്യം, ഇവിടെ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ, അത് പറയാനാണ് നിർത്തിയത്. മാറ്റങ്ങൾ എന്താ അറിയോ? ഇതിനിടയ്ക്ക് ഒരു ചികിത്സ ഒന്ന് പൊട്ടി പുറത്തു പോയിരുന്നു. ഒരു സ്ത്രീയെ പോയിട്ട് മർദ്ദിച്ചു. ആ സ്ത്രീ മാരകമായിട്ട് കരയൊക്കെ ചെയ്തൊരവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെയുള്ള കാര്യങ്ങളിലൊക്കെ അതൊക്കെ ഒന്ന് ചിലപ്പോൾ ഈ ക്യാമറ ഇരിക്കുന്ന ഭാഗത്തു നിന്ന് കുറച്ച് ഉള്ളിലേക്ക് മാറ്റിയിട്ടുണ്ടാവും എന്നുള്ളതാണ് ആ മാറ്റങ്ങളുടെ എനിക്ക് തോന്നിയത് കേട്ടോ. ഇനി എന്തായാലും അവിടെ പോണ ആളുകൾക്ക് ആർക്കെങ്കിലും മനസ്സിലായെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ടോ? ആ പറയാം. ഇതായാലും പിന്നെ അത് മാത്രമല്ല, ഇനി ഒരു ദിവസത്തിൽ 1 മണിക്കൂർ പിന്നെ എല്ലാവർക്കും കാണാൻ സംസാരിക്കാനുള്ള അവസരം ഉണ്ടാക്കുന്നുണ്ട്. കാരണം ഇനി ഒരു ദിവസത്തിൽ 1 മണിക്കൂർ മൂപ്പര് ദർശനം നൽകുന്നുണ്ട്. ദർശനയോഗം കിട്ടണമെങ്കിൽ അവിടെ നിങ്ങൾ കാത്തിരുന്നോളി എന്നാണ് ഇപ്പോൾ മൂപ്പര് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ലേ. ദർശനയോഗത്തിലുള്ള പുണ്യപുരുഷല്ലേ, മഹാപുരുഷുമാണ്. കാരണം എന്നെ ഫോൺ വിളിച്ചിട്ട് ആർക്കും കിട്ടണില്ല. അപ്പൊ എല്ലാ ദിവസവും 1 മണിക്കൂർ നമ്പർ തരിക, നമ്പറിൽ ദർശനം എന്ന് പറഞ്ഞാൽ ഫോണിൽ കൂടിയാണോ ദർശനം? അപ്പോൾ വീഡിയോ കോളാണോ അമിതേ? ഫോണിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും കോൾ ചെയ്യുക. ഇനിയിപ്പോൾ വീഡിയോ കോൾ അങ്ങനെയാണോ? ദർശനം എന്ന് പറഞ്ഞാൽ കാണലാണല്ലോ. ആ ദർശനയോഗമുള്ള പുണ്യാത്മാക്കളൊക്കെ ആരൊക്കെയാണെന്നാവേ ആമിത് പറയാം. അപ്പോൾ ഒരു ദിവസത്തിൽ 1 മണിക്കൂർ എന്ത് ചെയ്യും? ഫോണ് എടുക്കും. ഒരു ദിവസത്തിൽ 1 മണിക്കൂർ ഇനി ആമിത് ഫോൺ എടുക്കുള്ളൂ. അല്ലാത്ത സമയത്തൊന്നും ഫോൺ എടുക്കൂല. എല്ലാ ദിവസവും. അപ്പം എന്ത് ചെയ്യും? പണിക്കാരെ വിളിച്ചു, ഓരോരോ അത് ഇപ്പോൾ തങ്കളൂർ ഞാൻ ദ്വാരക്കാന്ന് പറഞ്ഞ അപ്പോൾ ഇൻഷാ അല്ലാഹ് അതും നിങ്ങൾക്ക് റാഹത്താവില്ല കേട്ടോ ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഒരു ദിവസത്തിൽ 1 മണിക്കൂർ ഫോൺ എടുക്കും. എത്ര ആളെ ഫോൺ അറ്റൻഡ് ചെയ്യാൻ കഴിയും? അപ്പോൾ ഇതിൽ ഏറ്റവും നല്ല ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോൺ എടുക്കാനായിട്ട് ഒരു 2-3 ആളെങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് വരുന്ന കോളൊക്കെ ഓല അറ്റൻഡ് ചെയ്യട്ടെ. എന്നിട്ട് അവർക്കും കുറച്ച് ഇജാസത്ത് ഇങ്ങനെ വാരി എറിഞ്ഞു കൊടുക്കുക. ഓലും കുറച്ച് ചികിത്സയൊക്കെ തുടങ്ങട്ടെ. എൻ്റെ ചികിത്സ അത്രയൊക്കെ ഉള്ളൂ.
അതിലേക്കും വലിയൊരു ചികിത്സ, അതിന് മാത്രമുള്ളൊരു ദിവ്യശക്തി, ഒരു സൂപ്പർ പവർ അതൊന്നുമില്ല. ഇത് ആർക്കും ചെയ്യാവുന്ന ഒരു സൂത്രമാണ് താങ്കളുടെയൊക്കെ ചികിത്സ എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പിന്നെ കുറേ അന്ധവിശ്വാസികൾക്ക് അതറിയില്ല. അതുകൊണ്ട് താങ്കളുടെയൊക്കെ അടുത്ത് വന്നിട്ട് അവർ താങ്കളെ കൊണ്ട് ചികിത്സിപ്പിക്കുന്നുണ്ട്. ആ ചികിത്സയുടെ ഭാഗമായിക്കൊണ്ട് ചെർപ്പശ്ശേരിയിൽ നിന്നോ ഒക്കെയുള്ള കുറേ താത്തമാരൊക്കെ ചില കാര്യങ്ങളൊക്കെ വിളിച്ചു പറയൽ തുടങ്ങിയിട്ടുണ്ട്. ഇനിയും കുറേ ആളുകൾ വിളിച്ചു പറയാൻ നിൽക്കുന്നുണ്ട് എന്നും അറിയാൻ കഴിഞ്ഞു. അതൊക്കെ ചികിത്സയുടെ ഫലമാണ് എന്നാണ് ആളുകൾ പറയുന്നത്. എന്തരോ ഇൻഷാ അല്ലാ ഈ വീഡിയോ അതിൻ്റെ പിന്നോ ഹാമിദിൻ്റെ വിളയാട്ടങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം എന്ന് പറഞ്ഞുകൊണ്ട് സൈനിങ് ഔട്ട്, മൻസൂർ മണ്ണാർക്കാട്.